ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഞാൻ ഷൈൻ സി. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതിനാൽ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രയേലുമായി സമാധാന കരാർ ഉണ്ടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം. അപ്പോൾ ഇസ്രയേലുമായിട്ട് ഒരു സമാധാന കരാറിൽ ഒരു ഗൾഫ് രാജ്യം ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഗൾഫ് രാജ്യം ഇസ്രായേലുമായിട്ട് സമാധാന കരാറിൽ ഏർപ്പെടുന്നത്. ആ രാജ്യം എന്ന് പറയുന്നത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അപ്പോൾ UAE ആണ് ആദ്യത്തെ ഗൾഫ് രാജ്യം ഇസ്രായേലുമായിട്ട് സമാധാന കരാർ ഉണ്ടാക്കുന്നത്. അതേസമയം അറബ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് മൂന്നാമത്തെ രാജ്യമാണ്. അപ്പോൾ മൂന്നാമത്തെ രാജ്യമാണ് ഈ UAE എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് സമാധാന കരാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യ രണ്ട് രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഈജിപ്താണ്. 1978 ഈജിപ്റ്റ് ഇസ്രയേലുമായിട്ട് സമാധാന കരാർ ഉണ്ടാക്കിയത്. അത് ആദ്യത്തെ അറബ് രാജ്യമാണ്. രണ്ടാമത്തെ അറബ് രാജ്യം ആരാണ്? ജോർദാനാണ്. ജോർദാൻ 1994 ഇസ്രായേലുമായിട്ട് സമാധാന കരാർ ഉണ്ടാക്കി. അപ്പോൾ രണ്ട് രാജ്യങ്ങളായി. ഇനി മൂന്നാമത്തെ അറബ് രാജ്യവും ആദ്യത്തെ ഗൾഫ് രാജ്യവുമാണ് UAE എന്ന് പറയുന്നത് 2020 അല്ലേ? 2020. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ഗൾഫ് രാജ്യമാണ്, മൂന്നാമത്തെ അറബ് രാജ്യമാണ്. അപ്പോൾ ആദ്യ രണ്ട് അറബ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്തും ജോർദാനുമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്തായിരുന്നു? ഇസ്രായേലുമായിട്ട് സമാധാന കരാർ ഉണ്ടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം. ഇനി അടുത്ത ചോദ്യം: 2020 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളുടെ ഫോബ്സ് പട്ടികയിൽ ഒന്നാമതെത്തിയ താരമാര്? അപ്പോൾ 2020 അഭിനേതാക്കളുടെ ഒരു റാങ്കിങ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആരാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഫോബ്സ് മാഗസീൻ അല്ലെ, ഫോബ്സ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ മുന്നിലെത്തിയിരിക്കുന്നത് ആരാണ്? ഡെയ്ൻ ജോൺസൺ ആണ്. ഡെയ്ൻ ജോൺസൺ. അപ്പോൾ ഡെയ്ൻ ജോൺസൺ ആണ് 2020 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളുടെ ലിസ്റ്റിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. അതേസമയം ആദ്യ 10 ഇടം പിടിച്ച ബോളിവുഡ് താരം എന്ന് പറയുന്നത് അക്ഷയ് കുമാർ ആണ്. ഇന്ത്യയുടെ അക്ഷയ് കുമാർ. അപ്പോൾ അക്ഷയ് കുമാറാണ് ആദ്യ 10 ഇടം പിടിച്ച ബോളിവുഡ് താരം എന്ന് പറയുന്നത്. അതേസമയം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളുടെ ലിസ്റ്റിൽ ആദ്യം ഒന്നാമതെത്തിയിരിക്കുന്ന ആരാണ്? ഡെയ്ൻ ജോൺസൺ ആണ്. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഏറ്റവും നമുക്കറിയാം, ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധി എക്സാമുകളിൽ PSC ചോദിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, കോൺഗ്രസിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രസിംഗ് മോദിയാണ്. അപ്പോൾ നരേന്ദ്രസിംഗ് മോദിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ ഭരിച്ച ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? മോദി. അടുത്ത ചോദ്യം ഇതാണ്: കേന്ദ്ര സർവകലാശാലയുടെ സർക്കാർ റാങ്കിംഗ് പ്രകാരം ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സർവകലാശാല ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയാണ്. ഇസ്ലാമിക. അപ്പോൾ ജാമിയ മിലിയ സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാലയുടെ സർക്കാർ റാങ്കിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർവകലാശാലകളുടെ സർക്കാർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സർവകലാശാല ഏതാണ്? ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല എന്നാണ്. അത് മറക്കരുത്. അടുത്ത ചോദ്യം ഇതാണ്: ഇപ്പോൾ ഇന്ത്യ ഒരു രാജ്യത്തിന് $500 മില്യൺ കണക്ടിവിറ്റി പദ്ധതിക്കുള്ള ഒരു സഹായം നൽകിയിട്ടുണ്ട് അല്ലേ? അത് ഏത് രാജ്യത്തിനാണ്? മാലിദ്വീപിനാണ്. മാലിദ്വീപിനാണ് ഇന്ത്യ ഇപ്പോൾ $500 മില്യൺ കണക്ടിവിറ്റി പദ്ധതിക്കും അതുപോലെ തന്നെ $250 മില്യൺ സഹായവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. $250 മില്യൺ സഹായവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? മാലിദ്വീപിന് വേണ്ടിയാണ്. മാലിദ്വീപിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇബ്രാഹിം മുഹമ്മദ് സോലിഹാണ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാലിദ്വീപിനാണ് എത്ര $500 മില്യൺ കണക്ടിവിറ്റിയും അതുപോലെ തന്നെ $250 മില്യൺ ധനസഹായവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ.
ഇനി അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ കോവിഡ് ആശുപത്രി ഒരുങ്ങുന്നത് ഏത് ജില്ലയാണ്? അപ്പോൾ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു കോവിഡ് ആശുപത്രി ഒരുങ്ങുകയാണ്. എവിടെയാണ്? അത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡിലെ ചട്ടഞ്ചാലിലാണ്. ചട്ടഞ്ചാലിൽ ആണ് ഈ ആശുപത്രി വരുന്നത്. ടാറ്റ ഗ്രൂപ്പ് ആണ് ഇത് നേതൃത്വം നൽകിയത്. ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ടാറ്റ ഗ്രൂപ്പ്. അറിയാം, നമുക്ക് ടാറ്റയുടെ പദ്ധതികളൊക്കെ വലിയ ഒരു പദ്ധതിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊരു വലിയ പദ്ധതിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോവിഡ് ആശുപത്രി ഒരുങ്ങുകയാണ് കാസർഗോഡ് ജില്ലയിൽ. പ്രീ ഫാബ്രിക്കേറ്റഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. പ്രീ ഫാബ്രിക്കേറ്റഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാലിലാണ് ആദ്യമായിട്ട് കോവിഡ് ആശുപത്രി കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ബെലാറസിന്റെ പുതിയ പ്രസിഡന്റ് ആര് എന്നുള്ളതായിരുന്നു. അലക്സാണ്ടർ ലുക്കാഷെങ്കയാണ് ഉത്തരം. ഈ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് വീഡിയോയുടെ തൊട്ടു താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.